വിശ്വസ്തനാക്കെന്നെ കർത്താവേ. ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഓരോ നിമിഷവും നിൻ കൃപതാ. ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഓരോ നിമിഷവും നിൻ കൃപതാ. എല്ലാരും പഠിച്ചോ? ഒന്നുകൂടെ പാടിയാലോ? എല്ലാരും എണീറ്റ് നിന്ന് പാടിക്കേ. മ്യൂട്ടാണെന്ന് നോക്കിക്കാണും കേട്ടോ. ആദ്യം ലിറിക്സ് പറയാം. വിശ്വസ്തനാക്കെന്നെ കർത്താവേ, വിശ്വസ്തനാക്കെന്നെ കർത്താവേ, ഓട്ടം ഓടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഓരോ നിമിഷവും നിന്റെ കൃപ താ. പാടാം. വിശ്വസ്തനാക്കെന്നെ കർത്താവേ, വിശ്വസ്തനാക്കെന്നെ കർത്താവേ, ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഓരോ നിമിഷവും നിൻ കൃപ താ. ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഓരോ നിമിഷവും നിൻ കൃപ താ. ഇനി ഇതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷനും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് പഠിക്കാം. Keep me true, Lord Jesus, keep me true. Keep me true, Lord Jesus, keep me true. There's a race that I must run, there are victories to be won. Give me power every hour to be true. There's a race that I must run, there are victories to be won. Give me power every hour to be true. എല്ലാരും എഴുന്നേറ്റ് നിന്ന് ഇത് ഒന്നുകൂടെ പാടാം. ഓക്കെ, എല്ലാരും എഴുന്നേറ്റ് നിന്ന് മ്യൂട്ടിലിട്ടേക്കണേ. ഓക്കെ, പാടാം. Keep me true, Lord Jesus, keep me true. Keep me true, Lord Jesus, keep me true. There's a race that I must run, there are victories to be won. Give me power every hour to be true. There's a race that I must run, there are victories to be won. Give me power every hour to be true. Thank you. Glory be to the Father, Son and the Holy Spirit. ഇന്ന് പ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട ഫിലോമോൻ കോശിയച്ചനോടും വെള്ളൂർ CMC ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം ഹെഡായി ചുമതല വഹിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ ഡോക്ടർ സന്തോഷ് വർഗീസിനോടും ബഥേൽ മർത്തോമ ഇടവകയിലെ സൺഡേ സ്കൂൾ കുട്ടികൾ, അധ്യാപകർ, മാതാപിതാക്കൾ, സഖ്യം സ്നേഹിതർ എല്ലാവരോടും ചേർന്ന് ഇങ്ങനെ റിട്രീറ്റ് ക്രമീകരിപ്പാൻ ദൈവം ഭാഗ്യവും പദവിയും നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളിൻ്റെ ഒരു അക്കാഡമിക് ഇയർ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചതായ അറിവുകളൊക്കെ നിങ്ങളുടെ അധ്യാപകർ പരിശോധിച്ച് നിങ്ങൾക്ക് മാർക്ക് ഒരുക്കി വച്ചിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ജനുവരി മാസത്തിൽ പുതിയ അക്കാഡമിക് ഇയർ ആരംഭിക്കും. ഈ ഒരു അവസരത്തിലാണ് മൈ ഫെയ്ത്ത് ആൻഡ് മൈ ചർച്ച് എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ഒരു റിട്രീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാൻ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. Gospel according to Saint Matthew chapter 16 verse 15. Saint Matthew chapter 16 verse 15. He said to them, "But who do you say what I am?" Simon Peter answered, "You are the Messiah,
the Son of the living God. Jesus was encountering with his disciples to know about their understanding about Messiah. They gave many answers, but finally Jesus asked his disciples, what is your understanding about me? ഇന്ന് എൻ്റെ ഇടവകയിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോടും അധ്യാപകരോടും മാതാപിതാക്കളോടും കർത്താവ് ഹൃദ്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണോ, Who do you say that I am? Who is Jesus Christ for you? കർത്താവ് നിനക്കാരാണ്? നമുക്ക് പത്രോസ് പറഞ്ഞതുപോലെ പറയുവാൻ സാധിക്കണം, You are the Son of the Lord. You are the Messiah. You are my Lord and Savior. അതോടൊപ്പം തന്നെ the church, I belong to the Marthoma Church. Why I love church? ഈ സഭയിൽ പിറക്കുവാൻ, ഈ സഭയിൽ അംഗമായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. So we need to know more about our Lord and we need to more about our church. അതുകൊണ്ട് സഭയോടും സഭയുടെ നാഥനായ ക്രിസ്തുവിനോടും സമർപ്പണമുള്ള ഒരു സമൂഹമായി വളർന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് ദൈവം നമുക്ക് ഒരുക്കി അയച്ചിരിക്കുന്നത് ഡോക്ടർ സന്തോഷ് വർഗീസാണ്. 2001 തൊട്ടാണ് എനിക്ക് ഡോക്ടർ സന്തോഷിനെയും കുടുംബത്തെയും പരിചയമായിട്ടുള്ളത്. അതിലെനിക്ക് ഏറെ സന്തോഷം സന്തോഷിന്റെ അമ്മയെ പറ്റിയാണ്. തൻ്റെ മകനും കുടുംബവും കർത്താവും സഭയുമായുള്ള ബന്ധത്തിൽ വളരുന്നുവെന്ന് ഏറ്റവും ശ്രദ്ധയോടെ നോക്കി അതിനുവേണ്ടി പ്രാർത്ഥനയോടെ മുട്ടുകളെ മടക്കുന്ന പ്രിയപ്പെട്ട സന്തോഷിന്റെ അമ്മയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ആ രംഗത്ത് തനിക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ വചനം പഠിക്കുവാനും തിരുസഭയെ പറ്റി പഠിക്കുവാനും പ്രിയപ്പെട്ട സന്തോഷ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ ഒരു പ്രത്യേകമായ പുസ്തകം തന്നെ തയ്യാറാക്കി യങ്സ്റ്റേഴ്സിന് വളരെ സഹായകരമായി സന്തോഷ് തയ്യാറാക്കിയിട്ടുണ്ട്. സന്തോഷ്, റീന കുഞ്ഞുങ്ങൾ അവരെല്ലാവരും ഈ കർത്താവുമായുള്ള ബന്ധത്തിലാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് ഇന്ന് ഡോക്ടർ സന്തോഷ് വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി നമുക്ക് വേണ്ടി ക്ലാസ് തയ്യാറാക്കി കാത്തിരിപ്പുണ്ട്. മുക്കാലിക്കൽ ബദേൽ മർത്തോമ ഇടവകയുടെ പേരിൽ ഡോക്ടർ സന്തോഷ് വർഗീസിനെ ഏറെ സന്തോഷത്തോടെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. CMC വെല്ലൂർ ഹോസ്പിറ്റലിന്റെ എല്ലാ ബിസി സ്കെഡ്യൂളിന്റെ മധ്യത്തിൽ ഡോക്ടർ സന്തോഷ് വളരെ അധികം സമയം ഒരുക്കത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഡോക്ടർ സന്തോഷിനെ ഈ ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. മുക്കാലിക്കൽ ബദേൽ മർത്തോമ ഇടവകയുടെ സ്വാഗതം ആശംസിക്കുകയും അതോടൊപ്പം തന്നെ we are so proud about your commitment to the Lord and commitment to the service. We assure our prayers, may Heavenly God give all His blessings upon you and your ministry to glorify the Lord's name. ഈ സമയം തന്നെ ഡോക്ടർ ഫിലമോൻ കോശി അച്ഛനും നമ്മുടെ റിട്രീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അച്ഛനും നമ്മുടെ സഭയെ പറ്റിയും നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയും വളരെയധികം വിചാരമുള്ളൊരു പട്ടക്കാരനാണ്. അച്ഛനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. So let us all prepare to hear the words from Dr. Santosh Varghese. Now I hand over the mic to Santosh Varghese. May God bless you all. Thank you. Thank you very much for the kind words. I just put up the presentation that I prepared.
when I was asked to talk about my faith and my church and my faith, a lot of thoughts went through my mind, and I'll discuss some of them as we go forward. Before we start, let's just bow our heads and pray. Father God, we thank you for your presence with us. We ask that you will speak to us and let us always bring glory to your name. In Jesus' name we pray. Amen. I'd like to start off with some ground rules. Whenever we listen to any sermon, remember there's such a verse in the Bible, Acts 17:11, that I'd like to bring to your attention. Now the Berean Jews were of more noble character than those in Thessalonica, for they received the message with great eagerness and examined the scriptures every day to see if what Paul said was true. God himself calls the Bereans noble. So the answer to this is that whenever you hear any message, don't believe it blindly, check it out. So don't believe what I'm saying, check it out. God will call you noble. The second, something that is too fast or needs more explanation, please don't hesitate to ask. And if permitted, you must ask questions. We can stop when time runs out. We can do another session, God willing, sometime if needed. Yes, I've chosen a little bit alone. After how do we do this study? Isn't it a waste of our time? Is this worth it? That morning's devotion was from Jude, and this verse is verse 3. Dear friends, although I was very eager to write about the salvation we share, I felt compelled to write and urge you to contend for the faith that was once for all entrusted to God's people. So here Jude, the brother of Jesus, is saying we should contend for the faith. That was a confirmation that this is ordained by God, and God expects us to know what we believe. So let me first begin with a few words about my story. I grew up in Calcutta, now it's called Kolkata. Our house was closest to the church geographically compared to everyone else in the parish. And having gone to church nearly every Sunday, I knew exactly when to say the Amen. I knew exactly what the prayers were, but I did not know why I was saying that. In 1991, I came to Vellore for my MBBS. And a few years later, a few thoughts came to my mind. Do I need to know about my church? Why do we have a liturgy? What do we believe? How do we worship? So this began a series of studies in the Bible, and that led me to the two questions. What am I saying Amen to, and what does all this mean? That resulted in a small book. In 1997, I went to CSS in Tiruvalla, and the people there said they are not interested. A few years later, when my understanding grew, this came out in expanded form and was published by CSS. I'll talk about it later. But before I go that way, I want to talk about our story, the story of the Marthoma Church. We have a very interesting past. And to make the history interesting, I'd like the students, the children, to look out for these answers in the questions, offered to these questions in what I'm saying about history. Otherwise, history can become very boring. What does Malankara Church mean? What was the contribution of the CMS missionaries in our church history? What were some of the revisions to the worship made during the Reformation? What is Bishop Abraham Mathoma's contribution to the church's spiritual growth? So remember these questions. What does Malankara Church mean? What's the contribution of CMS missionaries? What are some of the revisions to the worship? What is Bishop Abraham Mathoma's contribution? So watch out so that history will not look boring. So we believe that at the St. Thomas, the Apostle, came to India in a place called Kodunallur, Cranganore, in AD 52. It's on the western coast of our country. And he wandered through South India, preaching the good news about Jesus Christ, and he was martyred
at St. Thomas Mount near Madras in 72 AD. And this is the relatively small church in that place of his martyrdom. And across the entrance is written the words, "My Lord and my God," which is a faith confession that he made to Christ when he saw the risen Lord. And this painting is there inside. I've seen it myself of how when he was praying, he was killed with using a spear. Very little is known of the Malankara church in the early centuries. We know virtually nothing. Malankara comes from the words Mala, meaning mountains, and Kara, meaning land surface, and refers to the state of Kerala, which have got both mountains and plains. And there was an independent Christ-believing community for several years. We know that the church was in communion with the Church of Persia, the Eastern Church, from the 4th to the 15th century, as well as with the Roman Catholic Church. But we know very little beyond that. When Vasco da Gama came to Calicut 1948, the Roman Catholic Church felt it's a good time for advancement of Roman Catholicism, and the Pope sent missionary activities along the sea coast. In 1592, Alexio de Menezes, he was the Archbishop of Goa, and he set apart an activity called Romanization of the Malankara Church in a place called Udimperur, or Diamper as it was called. This is in the Ernakulam district. There was a synod, and there were decrees read out by the Archbishop's representatives to the Kerala Church representatives and requested them, asked them, compelled them to sign the decrees, and the Malankara Church came under the Pope and the Roman Catholic Church, 1599. New doctrines and practices were introduced, old records and prayer books were burned. For more than 500 years, the Malankara Church was under Roman dominion. And the 5th to the 15th century dark ages of the church is what, talking about the European church, was actually also true for us. In 1653, there began some rumblings within our church against Romanization. They opposed the Latinization of the liturgy, and under the leadership of an Archdeacon Thomas, people assembled around a stone cross in a churchyard, a place called Mattancherry, and touching the cross or clinging to the long rope that was tied to it, they took an oath of severance of all connection with the Roman Church. This is called the Bent Cross Oath. And under the leadership of Archdeacon Thomas and 12 priests, a little bit of a rebellion or declaration of independence took place. And the Archdeacon Thomas was given a temporary title called the Marthoma I. But some followed Roman Catholicism even after that, and the United Church became two. One was the independent church and one was under Rome. In 1633, when Dutch captured Rome, the Roman Catholic influence came down. And a few years later, Mark Gregorius, Metropolitan of Jerusalem, he was the bishop of the Jacobite Patriarch of Antioch. He came to Cochin. Marthoma I and his people welcomed him, and he formally consecrated him and gave him validity. And thus the Malankara Church became Jacobite. And that's how we got a lot of our West Syrian or the Antiochian liturgy into our worship. And there were a lot of bishops or methrans, with some with the title of Marthoma, some with Dionysius. And this happened until the mid-19th century, where we had local and foreign bishops. At this point, 1772, a West Asian bishop called Mark Gregorius came to Travancore, and he consecrated a bishop, Abraham, as Methran and gave him the name Kurlos or Cyril. And he was not accepted by the then Metropolitan. And Kurlos bishop had to leave Travancore, went to British Malabar, and in this place called Anjur Thoryur near Kundankulam, there's a Malabar Independent Syrian Church, Thoryur Church. This is actually a little important because our church has unique relationship with this church, especially during consecration of the bishops. So this is keep in mind. In the start of the 19th century, Travancore and Cochin, there was a treaty with the British government, and the British resident was sent to live in Travancore. Colonel Macaulay was the first British resident. At that time, the bishop was Dionysius I, also called the Great. There was a man called Claudius Buchanan, the East India Company chaplain. He came to Travancore, and he
published in his about Christian researchers in India. He talked about the Christians of St. Thomas and told the Christians of England, especially the Church Missionary Society of the Anglican Church. This was a move which brought our church or the Christians in Kerala into notice of the English Church of England. Colonel Munro was the resident in 1810. He was a great man. Apart from being an efficient administrator, was a devout Christian. He had deep interest in the non-Roman Malankara church and was eager to help the church and community. But what he found was that many things that were being followed were not in accordance with the teaching of Christ in scripture or the practice of the early church. And the church required purging, and he thought that could be done by education, circulation of the Bible, and by spread of evangelical doctrine. At this time, you must understand that our church was at its all-time ebb. The social and religious state of the church was very bad. There was no spiritual vitality, no missionary zeal. That's why, despite being around for 2000 years, our church at that point had done very little missionary work. The clergy were uneducated. There was no center for clergy training. The compulsory celibacy was practiced. There was the clergy were ordained at an early age and without any theological undertraining, and naturally a lot of wrong doctrines were perpetuated. The church services were Syriac. People couldn't understand. In fact, it's recorded that even the priest who was celebrating the communion understood only imperfectly. And worst, the superstitious practices were the same between Christians and non-Christians. Colonel Munro recognized a great need, and he wrote a mission of help. And the first CMS missionary came in 1816, second one the same year, but the third and the fourth, Reverend Joseph Penn, Reverend Henry Baker, I'm sure people who live in Kerala recognize the names of Penn and Baker, and they set about improvement of theological education, secular education, Bible translation, and good prayer books. They worked with the Malankara Church, and with the Metropolitan, they started a seminary in Kottayam. And Joseph Penn was put in charge of training the clergy. They made an assurance, the missionaries, CMS missionaries made an assurance that it is not their intention at any time to bring the church under the Church of England, under Anglicanism. They only wanted to free us from the evil effects of wrong doctrine and bring the church back to the purity of the gospel. However, the church did not respond well. The synod at that time decided to sever all connections with the missionaries. The church said, we do not want this reformation. The CMS missionaries then decided, okay, they can't stay within the church. They decided to work among the downtrodden, and those who joined the faith became part of the Anglican Diocese of Travancore, which is now part of the Church of South India. It was never their intention. If the Metropolitan at that time had allowed Reformation, the Orthodox, the Jacobite, the Marthoma, at least the CSI churches of Kerala would have been part of one Kerala church, the one Malankara church. Okay, let's go on. Many members who desired reform stayed within the church to carry out necessary reforms from inside the church. Two priests who are associated with missionaries and teachers really found the spiritual life and the missionaries' teaching appealing. They were Abraham Malpan and Givaris Malpan. Malpan meaning teacher. They did not want to leave the Malankara church and join the missionaries, which they could have, but they wanted to reform the church from within. They, with another 12 priests, went and gave a memorandum to the British resident, saying there are 23 church practices they found contrary to the Reformed faith. Apart from corruption, prayers to the dead, keeping of relics, not using scripture for instruction, and there were corrupt practices, which is all just having a negative effect on the spiritual life of the people. And this memorandum is called the trumpet call of the Reformation. This petition was ignored. The Metropolitan said missionaries cannot come and preach in churches, and if you invite them, you are excommunicated. The two Malpans went about revising the liturgy, and they omitted everything that does not have a spiritual basis. They also translated the liturgy into Malayalam with revisions. And 1836 is the landmark year which we look back and say the Reformation started,
where they celebrated communion in their own churches. As I said, they had they brought up some of the main teachings which were missing in our worship at that time. One, salvation is by grace of God, not by any human effort. Through repentance and confession, we need to come to the Lord and receive His grace. Reading the Word of God was emphasized, and we believe that the Bible is to be open and we get the faith for ourselves, not by what we've been handed down by our parents or forefathers. We give according to God's Word. They omitted prayers for the departed, prayers of the saints and Mary, Christ is the only mediator. The prayers for transubstantiation of bread and wine were revised. So the bells and rings which we see in some churches now have been taken out. What used to be believed is when they ring the bell and the pray, the bread and wine actually becomes the body and blood of Christ. The transubstantiation concept was removed because it's not true. It only becomes to us by faith. And private confession to the priest with the polished service was in Malayalam. Abraham Malpan broke a statue at the Maraman church, which is becoming a source of idolatry, abolished that festival altogether. They appreciated the missionaries, and he took over the leadership of the Reformation movement. This revised liturgy offended the Metropolitan. He refused to ordain deacons who were trained by him. But the reformers decided to remain within the traditions and bring about a reformation in the church. But they needed a bishop. They needed a bishop to support. So they sent Deacon Matthew to Syria. The Patriarch of Antioch ordained him as Metropolitan. Matthews Mar Athanasius came back in 1843. But the old Metropolitan opposed an attempt to get the government proclamation of a new Metropolitan. But although he favored Reformation, he also tried to not to alienate the conservative groups. 10 years of power struggle between two metropolitans were there. In 1852, however, there was a temporary reprieve, and he was proclaimed the Metropolitan of Malankara. Once recognized, there was serious Reformation, and a new bishop was consecrated as well, and the Reformation began rapidly. In 1875, however, the Patriarch of Antioch came to Malankara, and the royal proclamation was withdrawn, and they were asked to fight in court. After the death of Matthews Mar Athanasius, Thomas Mar Athanasius led the Reformation, but there was a seminary case for the church and the properties and the old seminary, and our forefathers lost. 2 of the 3 High Court judges said Joseph Dionysius was right, but the one English judge said that the Malankara church has always been an independent church, and our forefathers were right. But they were forced to leave the seminary, and the Reformed leaders lost everything except a few churches where they were the majority. So lost a lot of property, lot of churches, but there was life. Silver and gold have I none, but we had Christ. And the church became a much larger Jacobite or later Orthodox church, and a very, very small Marthoma church. So how did this fledgling church grow? In 1888, the Marthoma Evangelistic Association started, and the gospel grew within and without the church. New churches had to grow. They did not have elaborate cathedrals. It was a very difficult time, and there was no successor after Bishop Thomas Mar Athanasius passed away. At this time, as I said, the Thoreau Church, the 2 bishops came and they consecrated priest Titus as Titus I, despite opposition from the Jacobites. And he laid the foundation for much of the spiritual activities, emphasizing preaching, Bible reading, and prayer in the church and the home. This was emphasized very greatly by during this bishop's time, and the missionary work expanded. He consecrated Titus II with help again of Bishop Kyrillos of the Thoreau Church, and Titus II became the Metropolitan after Titus I. His Titus II bishop's time was a period of rapid expansion with great liturgical reformation. The constitution was formed. There was a Marthoma seminary in Kottayam. Then Bishop Abraham was made a Suffragan Metropolitan, and he became the Metropolitan thereafter. Bishop Abraham Marthoma was another great man who infused new spirit and vigor into the evangelistic work of the church. He had very simple lifestyle, and his vision of evangelism as a task of every Christian
or every Mathamite is an evangelist, led to the formation of the Voluntary Evangelist Association and the Suvishesha Sevaka Sangha, the Women's Auxiliary. He was a well-known missionary. And then the story goes on to today's era. So as you can see, when the word of God is ignored, the church will degenerate. And our forefathers did not have it easy. We don't realize this when we go to church now. We think it's always been there. It's not always been there. Our forefathers paid a heavy price for Reformation. We proclaim and believe in the open Bible. Each believer should discover faith. We are not automatically Mathamites. We are not automatically Christians. Salvation is by individual personal faith in Christ alone. And repentance and confession of faith is the only prerequisite. As the word of God says, salvation is found in no one else. There is no other name under heaven given to mankind by which we must be saved. So the preeminence of God's word over tradition was emphasized. Evangelism was emphasized and carried out, and liturgy was cleansed of unspiritual prayers. We need to safeguard it. Now I'd like to move on to our story, continuing into worship. What is worship? Why do we have a liturgy? How do we worship? That's the objective in the next few minutes. There's a song which says, "The reason I live is to worship you." I'm not sure if this can be said to be true of every single worshiper in our church. The Bible, there are examples of God's people worshiping Him, and the purpose of man's creation is fellowship with God. It's the most important part of our relationship with God. Worship was never meant to be a small, minor, mere ritual, but it's a conscious, continuous act of adoration, praise, and humbling ourselves, and in not confined to a Sunday morning service. The Bible constantly talks about doing things daily, continually, continuously. Sunday is just a corporate culmination of all our worship. And the word Kurbana means offering of ourselves, just as we remember how Christ offered himself to God. So let's ask the basic question. Why do we have the liturgy? Have any of you ever thought this question, at least subconsciously? Why do we have these set of prayers that we use? Which is right? To have a liturgy like we have, or not to have a liturgy as some other churches do not have? And the answer is, actually, it does not matter whether we have a liturgy or not. God is looking for not liturgy worshippers or non-liturgy worshippers, but true worshippers who worship Him in spirit and in truth. And that is our objective. That is our objective. If so, the question people ask us, there is no freedom for spontaneous praise and worship during your service. But that's not true. There are many people who say hallelujah and praise the Lord 100 times, 1,000,000 times we can say it during the worship. Nobody's stopping us. I've heard members of the congregation, archons, bishops, who spontaneously do praise God during the worship. So that's not true. Our former church leaders, the fathers of Reformation, danced in our worship. They worshipped in sheds, thatched houses, and homes. Like I said earlier, there were no cathedrals. Today we have big churches, we are wealthy, but we perhaps have lost our sense of need, and perhaps our worship has lost its earlier zeal. I was reminded of a conversation between a pope and a Christian scholar called Thomas Aquinas. The Pope said to Thomas Aquinas, looking at the vast Vatican church, "Behold, Master Thomas, the church can no longer say, as Saint Peter did, 'Silver and gold have I none.'" And Aquinas immediately said, "Alas, neither can we say what follows, but such as I have, give I thee, in the name of Jesus Christ of Nazareth, rise up and walk." We have substituted pomp and show and money for power and spirituality. Coming back to the liturgy, our liturgy is called St. James's liturgy, or St. James of the Just of Jerusalem, the bishop of the Jerusalem church. He was the brother of Jesus. It is perhaps the oldest liturgy, is still used in Jerusalem for worship on St. James's Day. That is the origin or the source of our liturgy. The liturgy is not an end in itself, and we are not to restrict our worship to the words. These are only to help us and accompany prayers from the heart.
I encourage you, especially the young people who are listening to me, try this. And I did, and I do, and it works. When you come to church, ask the Holy Spirit to help you concentrate on God, to mean the words of the liturgy, and to delight in the presence of God. So concentrate to meaningfully say the words, meaningfully say the prayers, and delight in God's presence. And this prayer, I guarantee you, will be answered, because this is His desire as well. Why do we have a liturgy? Is it good? I'd say it's very good. Why is it very good? Because it keeps us entirely focused on the Word of God. Remember, I had said earlier that the Reformation, they took out everything which did not have any spiritual basis. So if you look at the words liturgy, it is completely made of scripture. Completely. The praise, the singing, the praising, everything is using words of scripture alone. There is no human words in it at all. That way, it's fantastic. It keeps us from heresy or wrong teaching. Now, this is important. It's not so common, so the youngsters now may not realize it. But when I was growing up, I did come across a lot of Bible scholars who did not believe that the Bible is the Word of God. They just believe that it contains God's word here and there, and you can pick and choose. And you have a few, they used to proclaim things which are against the gospel. But the liturgy affirms the timeless truths of the God and keeps from the deception of the evil one who tries to contaminate our faith. Now, look at this part of scripture. This is the prayer which the deacon prays. നിങ്ങളോട് ഞങ്ങൾ അറിയിച്ചതൊഴികെ മറ്റൊരുത്തൻ വന്ന് വേറൊരു സുവിശേഷം നിങ്ങളോട് അറിയിക്കുമെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് ദൂതനായിരുന്നാലും സഭയിൽ നിന്ന് ശപിക്കപ്പെട്ടവനാകട്ടെ. If we ourselves or an angel from heaven should preach a gospel at variance to the gospel we preach to you, he shall be held outcast. This is a verbatim quote from Galatians 1, where the Apostle Paul says it twice. But even if we or an angel from heaven should preach a gospel other than the one we preach to you, let him be under God's curse. As I've already said, so now I see again, if anyone is preaching to you a gospel other than what you accepted, let him be under God's curse. So just keep this in mind and don't let anyone fool you. Any person, it could be the greatest Bible scholar, the greatest Christian leader you can think of, the most eloquent preacher. And here Apostle Paul says, even if it was the Apostle Paul himself, if anyone preaches another way of salvation from our sin, apart from Jesus Christ, apart from faith only in Jesus Christ, apart from what is the foundation of our faith, the Bible says, even persons saying it, when he takes the worship, he leads the worship, he is forced to confess that anyone preaching another way is eternally condemned. He is cursed by God for all eternity. The liturgy silences such people, and we are kept from going astray. I'd say praise God for this liturgy. It keeps us from going astray based on the whims and fancies of the leader and the deception that follows from the devil. There's the third thing is this great strength in united prayer and worship. We might ask, why are many of the united prayers not answered? I think it's because we're very passive in our prayers and not really praying as we should. When the church is really praying sincerely and together, the prayers will be answered much more. I think the fault is definitely with us. The fourth discovery I made is everything I believe is there in some form in the liturgy. It's a very personal and a marvelous discovery. So think with me, what am I saying amen to? What does all this mean? And your worship will never be the same again. I would love to study the symbols of our church with you sometime. But let's look at some couple of symbols and some small portions of our liturgy to whet your appetite. Then you will think yourself and say, what does this mean? The cross or the sign of the cross we all have in our church on the top, on the pinnacle of our church, inside on the altar. It's a major roadblock or stumbling block, forcing people to choose for or against cross. However, people don't want they don't want the cross very often. They prefer the cradle and the crown. The Christmas story of the baby Jesus is preferred to the cross.
So the whole world loves to celebrate Christmas. Very few celebrate Good Friday. I want to just ask, how would you celebrate Jesus? I just want to show a small example. I'm going to show a picture of my daughter. My daughter's name is Sakshi. This is a picture just when she was born, and this is a picture a couple of years ago. If I were to celebrate her birthday, would I put a picture of her as a baby, or would I put a picture of her as she is now? Why I'm saying this is, even when we celebrate Christmas a few days time, it's not wrong to put a picture of baby Jesus, but the whole world is fond of baby Jesus. The world is not fond of the Jesus who died and rose again and is coming again as king to rule over the earth, rule over the nations with his rod of iron. So everybody wants heaven. Very few wants the cross. And Jesus says, if anyone would come after me, he must deny himself, take up his cross daily and follow me. He's not interested in just getting people to believe us. He's looking for disciples who will take up his cross daily. So the cross before us is a constant reminder. So it's not meant to be an ornamental thing around our neck, on the pinnacle of our church. It speaks of our death. It speaks of ourselves being crucified with Christ, but now Christ being alive with us, in us and through us. So let us never forget what the cross means. There's a big difference between the two crosses. The cross is empty for two important reasons. One, Jesus is not in the grave or on the cross. He is risen. On Sunday, we gather to celebrate the resurrection. And the second is, it should never become an image that we worship. Something in us would love to make us worship something to take the place of God. In King Hezekiah's time, people are worshipping the bronze serpent that Moses used to ask people to look at as a source of healing. So even a source of blessing and healing can become a snare to idolatry. So beware that the cross never becomes an idol. We don't worship the cross, we worship only God Almighty. So how do we make the sign of the cross and why? The index, middle and ring fingers together is sign of it is Trinity. And from the middle of the forehead to the mid torso, left shoulder, right shoulder, and back to the center of our chest, God sent his son Jesus down to the earth to die, to take me was left out of the kingdom to the right side, and now he lives in our heart. So it's very important that in our church we bring it back to the middle, that because it reminds us. So when you next time you make the sign of the cross, remember that he now lives in our heart. Praise God. Another possible meaning is that he gathered people who are scattered left and right, made them one in himself, in his body, the church. One more symbol is the veil or the curtain that we see. In the Jewish tabernacle, there used to be a huge thick veil separating the rest of the sanctuary from the most holy place. The thickness is over 3 feet, almost like a big maze. And once a year, the high priest used to enter, and not at any time. God himself tore his veil from top to bottom, saying that the barrier between God and man is over. Sin is atoned for when Jesus said, "It is finished." When the curtain opens, this access we now have. The priests are no longer just help us to worship, but God has torn the veil. We have access to God. Praise God for that. In our Mathoma church in Calcutta in the 1980s, the curtain used to divide from the center into two sides. Now it's from the left to right. But when as a small boy, I used to see the curtains being drawn, separating in the middle, and always reminded me of the first Good Friday. So next time you see the curtain open, let's in the long faces, praise God for access to the Holy of Holies, the throne room of Almighty God, that God himself has made the way, nothing that we need to or can do anymore to go into God's presence. Two small parts of the worship. So just to get us going thinking, before, just as soon as the curtain opens, there is a chant. I'm sure all of us have heard this 100 times. But what are we actually saying? Our great and holy God dwells in glory in heaven. During worship, his glory fills the entire sanctuary.
His rightful hearts is in our hearts, and our lives are to reflect and radiate the glory of God. But beyond that, there's something that I discovered when I started really looking at what it means. Nindasaram Nyangalde Duschinta Durmoham onwards. We have come to church not to enjoy ourselves, despite we having joy in God's presence. Not to sing nice songs, although we do sing a lot of hymns and choruses. Not to listen to sermons alone, although listening to God is an integral part of our worship. Not to meet friends, although fellowship is essential. This, I believe, this song, this chant is an a priori, at the outset, statement upfront of our worship, objective of our worship when we come for worship. The main reason for our coming is destruction of our evil desires. We are coming and saying, I'm fed up of the way I lived in the last weeks, the months and years. I'm truly repentant of the wrong things I did. We want salvation from these things. We've come for destruction. Shamanam, we've come for destruction. These things be extinguished from our lives forever. That they will be destroyed forever. Purify us and remove from us evil thoughts, evil desires, and destroy them forever. Let us meaningfully pray this prayer next time we go before God. Last thing I would like us to share is this portion when the Achan takes the bread and wine in his hand. He says, holy things for holy people is in English. Actually, it means the holy things, the body and blood of Jesus are only for holy people. Only for holy people. If they are only for holy people, then on what authority, what right have I to go forward in a few minutes after that to receive the Holy Communion? What right I have? I'm not holy before God at any time. The answer is in the next prayer. The one Holy Father is with us. The one Holy Son is with us. The one Holy Spirit is with us. This portion nearly always gives me goosebumps. The Father, the Son, and the Holy Spirit, this is there in the scriptures, search it out, are with us and in us. And that is the only way we can be made holy. Our only claim to righteousness, our only confidence to go before God and partake of his body and blood is this. The triune God is with us, in us, and we are made holy so we can go forward to participate in the communion. There's a divine exchange when we come to Christ. He takes our sins, gives us a clean heart. Now there is no fear in God's presence. He accepts us and we are forgiven and we are clean. And when God Almighty looks at us, he sees me as being holy like Jesus. Being holy like Jesus. This is something that I think each of us should study so that we'll have confidence to live right. Let me conclude the session. By God's grace, this book was released at the clergy conference on the 27th of November 2013 by the late Bishop Zacharias Mathiaflis. And it's available freely online. Remember, this website is tinyurl.com/Marthoma. tinyurl.com/Marthoma. Or you can email me for a PDF version and I'll send it to you. Thank you very much for your patient listening, and I'm open to trying to answer some questions. Thank you very much. Taking that much time for preparing such a wonderful class based on what is our church and what is the importance of the liturgy and what is the meaning of the worship and all. It's only a part of the things. And this is a time for the discussion. If you have any questions, you have the freedom to ask. Hope Santosh will give the answers. And teachers or students or anyone who is attending, you can ask your doubts to the Dr. Santosh. Thank you.
please don't hesitate to ask questions. I'm not afraid to say I don't know the answer. We are all studying and growing together. So if you have any, if children have any questions to ask, I'll be happy to try and answer them. I hope that they have learned everything what you have taught. Sabu Sara, yeah. Do you want to say something? കേട്ടില്ല കേൾക്കാം. അപ്പൊ കേൾക്കാം സാർ വല്ലതും പറയാനായിട്ടുണ്ടോ? ടെറ്റ്സി ആൻഡ് ഡു യു വാണ്ട് ടു സേ സംതിങ്? ടെറ്റ്സി ആൻഡ് മ്യൂട്ടാണ്. ടെറ്റ്സി ആൻഡ് മ്യൂട്ടാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ എന്താ ഇപ്പൊ ഇങ്ങനെ ഈ ഇതൊക്കെ വിട്ടിട്ട് കൂടുതൽ ഈ വേറെ ആരാധനക്കൊക്കെ പോകാൻ കാരണം എന്താ? എന്ത് ഫാക്ട് ആണ് അതിന്റെ പുറകിലുള്ളത്? The question is, why are youngsters leaving our church Yes. and going to other church, other system of churches? Okay, I have got two things to say about this. One is, we must see why is there Reformation, why Reformation happened in our church. Reformation happened in our church because there was a need that is recognized by God, and He sent Reformation in the church. It is our responsibility as members of our church to teach them about worship. In God's eyes, it really doesn't matter whether they come to Mathama Church or they go to some other church. It actually is a big problem if they leave our church and they leave the Christian faith. That is a very big problem. So our important thing is to strengthen them by teaching them what we are meeting them, how we arrived here, allowing changes in our own worship. For example, if people would like to have praise and worship sessions, there are churches in many parishes which have praise and worship sessions for youth. There are people who have interactive Bible studies where the youth are involved more and more. I think it's up to us to come up with innovative ways of getting our youth involved. It's not right for us to blame them for going, because it's not their fault entirely. It may be that we are not giving them what they need for their spiritual growth. So let us see let us ask God, what can I do for the members of the church, for the juniors of our church, and whatever God leads on our heart, that will be the nidus for bringing people to God. If we bring people to God, He will take care of them. Okay, thank you. If anybody wants to share something about your experience in the worship. Sabu sir.
ഇങ്ങനെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു കൂടെ. എനിക്കൊരു തോന്നലുള്ളത്, എനിക്ക് തന്നെ കുട്ടികളെ സംബന്ധിച്ചോളം യങ്ങർ ജനറേഷനെ സംബന്ധിച്ചോളം അവര് പുതിയ ചർച്ചസിനെ അല്ലെങ്കിൽ പുതിയ ഇടം തേടി പോകുന്നതിന്റെ പ്രധാന കാരണം മാതാപിതാക്കളാണ് എന്റെ വിചാരം. ബിക്കോസ് എനിക്കത് ഡോക്ടർ സന്തോഷിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛന്റെ അമ്മ അച്ഛനെ ഡോക്ടറെ ഈ പാതയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് വഹിച്ചു. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ആവർത്തന പുസ്തകം പഠിപ്പിച്ച സമയത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു, അമ്മ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കുഞ്ഞുണ്ണി മാഷിന് ഒരു കവിത ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയില്ലാത്തവർ അങ്ങാടി വീടുകൾ, അകത്തായ പുറത്ത് നായ എന്ന്. പലപ്പോഴും അമ്മമാര് കുഞ്ഞുങ്ങളെ നോക്കാതെ ആയയ്ക്ക് പകരം അമ്മയായിട്ട് തന്നെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താന്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നതിന് കുട്ടികളെ ബലിയാടാക്കുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോഴുള്ള ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് എനിക്ക് പേരൻസിനോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും ഒക്കെ പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അവരെ നമുക്ക് തന്ന ദൈവത്തിന് സ്തോത്രം കയറ്റിക്കൊണ്ട് ആ ദൈവത്തെ കൂടുതലായിട്ട് അവർക്ക് പരിചയപ്പെടുത്തുകയും നമ്മൾ വളർന്നു വരുന്ന വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും വേണമെന്നുണ്ടെങ്കിൽ പറയാനുള്ളത്. അതിന് എനിക്ക് തന്നെ ഡോക്ടർ സന്തോഷ് വളരെ ട്രൈ ചെയ്ത് വളരെയധികം ഇങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ചരിത്രം മുഴുവൻ എനിക്ക് തന്നെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർത്തു. കുഞ്ഞുങ്ങളെ അതിനായിട്ട് പ്രേരിപ്പിക്കണം. ഒത്തിരി പേരൻസ് ഇതിന് പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് അവരോടും കൂടെ പറയാനുള്ളതാണ്, ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ല, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ പോയാൽ പിന്നെ നമ്മൾ നേടുന്നതെല്ലാം വെറുതെയാണ്. അതുകൊണ്ട് ഇതിനോട് ചേർന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സഭയെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുക, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിർത്താനായിട്ട് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക. വളരെ നന്ദി. ഓക്കെ. വളരെ താങ്ക്സ് പോട്ടെ, കഴിഞ്ഞു. ഇനി ആരും ഡിസ്കഷൻ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛന്റെ മ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യ അച്ഛാ. Okay. Can you hear? പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷ് വളരെ അധികം സമയം ഇതിനു വേണ്ടി എടുത്തു. അപ്പോൾ എനിക്ക് ഒരു സജഷൻ വന്നിട്ടുണ്ട്, സന്തോഷിനെ കൊണ്ട് സിംബിൾസ് ആൻഡ് ലിറ്റർജി എന്നൊരു വർക്ക്ഷോപ്പ് സെഷൻ വേറെ എടുക്കണമെന്ന്. അത് വളരെ നല്ലതായിരിക്കും. We'll plan and we'll have another session for that. Okay, Santosh, thank you for your interest and thank you for taking much time to prepare the class in the midst of all your busy schedule. I can very well understand that how much strain you have taken, and please convey our thanks to Rene also for her support. And I know both families and both parents, so I am always proud about Dr. Santosh and Reena, and I invite Sabu sir for expressing our sincere thanks to Dr. Santosh. ബഹുമാനപ്പെട്ട അച്ഛൻ ഫിലിപ്പൻ കോശി അച്ഛൻ, ഡോക്ടർ സന്തോഷ് വർഗീസ്, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, പങ്കെടുത്ത കുഞ്ഞുങ്ങൾ, നിങ്ങളൊരു സൺഡേ സ്കൂളിന്റെ അവസാനം, വർഷത്തിന്റെ അവസാനം നമ്മൾ എന്തിനാ സൺഡേ സ്കൂളിൽ പഠിച്ചത്, ഇത്രയും നാൾ മർത്തമ സൺഡേ സ്കൂളിന്റെ ഭാഗമായിട്ട് ഇത്രയും നാൾ നിന്നത് എന്തിനാണ് എന്നൊന്ന് ചിന്തിക്കുന്നതിന് ഒരു അവസരമായിട്ട് ഇത് തീർന്നു എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ സഭ എന്താണ്, നമ്മൾ എന്തിനാണ് ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, കുഞ്ഞുങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കണമെന്ന് അച്ഛൻ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായത്. കാര്യം നമ്മുടെ പിള്ളേർ യൂറോപ്പിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് വളരെയധികം സംശയങ്ങളുള്ള ഒരു സമയമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്.
ഇങ്ങനെ ഒരു വേദി നമ്മൾ ആലോചിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞു, ഡോക്ടർ സന്തോഷ് വർഗീസിനെ കുറിച്ച് പറയുകയും ഇത് ഈ ഒരു രംഗത്തെ വളരെയധികം പഠനം നടത്തി ഒരാളാണെന്ന് പറയുകയും അതിനെ ഏറ്റവും ലേബിളായിട്ടുള്ള ഒരാളാണെന്ന് പറയുകയും ചെയ്ത സമയത്ത് വളരെ സന്തോഷത്തോടെ ഞാൻ ടീച്ചേഴ്സിന്റെ അടുക്കൽ എല്ലാവർക്കും അതിന്റെ ഒരു കാര്യം എന്തിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് സർക്കുലേറ്റ് ചെയ്യുകയും അവരെല്ലാവരും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയുകയും ചെയ്ത സമയത്ത് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാം, നമുക്ക് പിള്ളേരെ എല്ലാം പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ അല്ലാത്ത സ്കൂളിലെ എക്സാമിനേഷനൊക്കെ ഇല്ലാത്തൊരു സമയം നോക്കി നമുക്ക് അതിനെ തയ്യാറാക്കാമെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ഇതിനായിട്ട് ഡോക്ടർ സന്തോഷിനെ ക്രമീകരിക്കുകയും ഇങ്ങനെ ഒരു വേദി ഒരുക്കുകയും ചെയ്തു. നമ്മുടെ വെല്ലൂർ CMC-യിലെ വളരെയധികം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി ഇത്രയും വലിയൊരു സമയം നമ്മൾ ഇത്രയും ഒരു നക്ഷലിനകത്ത് ഒരു വലിയ കാര്യം പറയാൻ സന്തോഷ് വർഗീസിന് മുക്കോലിക്കൽ മർത്തോമ സൺഡേ സ്കൂളിന്റെ പേരിലും നമ്മുടെ ഇടവകയുടെ പേരിലും എല്ലാ കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയും പേരിലും വളരെ ഹൃദയംഗമായ നന്ദി ഞാൻ ഈ സമയത്ത് അർപ്പിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് അച്ഛനാണല്ലോ, അച്ഛനെ ഞാൻ നമുക്കൊരു ഔപചാരികമായ നന്ദിയുടെ ആവശ്യമില്ലെങ്കിൽ പോലും കടമ എന്ന രീതിയിൽ ഇതിനുവേണ്ടി എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അച്ഛൻ ഒത്തിരി പ്രാവശ്യം എന്നെ വിളിച്ച് ഇതിനുവേണ്ടി തന്നെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് കൂടി കൂടുതൽ സമയം എടുത്ത് നമുക്ക് ഇങ്ങനെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ കൂടി ഇത്രയും മാത്രം കരുതലുള്ള ഒരു അച്ഛനാണ് നമുക്കുള്ളത്. അച്ഛന്റെ എല്ലാവിധമായ സേവനങ്ങൾക്കും അച്ഛന്റെ നേതൃത്വത്തിന് ഞാൻ നന്ദി പറയുകയാണ്. സൺഡേ സ്കൂളിന്റെ പേരിലും അധ്യാപകരുടെ പേരിലും കുഞ്ഞുങ്ങളുടെ പേരിലും ഞാൻ നമ്മുടെ ഒരു കാര്യം ഹൃദയംഗമായ നന്ദി. ഞാൻ ഫിലോമൻ കോശി അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ കണ്ടു. ഞാൻ ഇടയ്ക്ക് ഫോട്ടോ കണ്ടു. ഈ ഒരു സംരംഭത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാനായിട്ട് സാവകാശവും സമയം കണ്ടെത്തിയതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. അച്ഛന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും നല്ലതോട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഞാൻ ഈ സമയത്ത് പേരൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു മീറ്റിങ്ങിനകത്ത് 56 പേര് ലോഗിൻ ചെയ്തു. 56 മാത്രമല്ല കുഞ്ഞുങ്ങളും ഒക്കെ ഉൾപ്പെടെയാണ്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 80 to 90 ആളുകൾ ഇതിനകത്ത് പങ്കെടുത്ത് കാണുമെന്നാണ് എന്റെ വിചാരം. ലോഗിൻ ചെയ്തതിന് 86 പേരുണ്ടായിരുന്നു. അപ്പം ഇത്രയും പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ഈ നമ്മുടെ ചർച്ചിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്രയും പേര് ആ കുഞ്ഞുങ്ങളുടെ ആ സമയം ഇതിനു വേണ്ടി വേർതിരിച്ചത്. ഇന്നത്തെ സർവീസ് കഴിഞ്ഞു, അതിനുശേഷമാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പം സർവീസിനകത്തൊക്കെ കണ്ടവർ തന്നെ ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത്രയും കൂടെ സമയം ഇതിനു വേണ്ടി വേർതിരിച്ചു വെച്ചു. കുഞ്ഞുങ്ങളെ കുറിച്ച് കരുതലുള്ളവരാണ്. പേരൻസ് ഞാൻ 1000 നന്ദി സൺഡേ സ്കൂളിന്റെ പേരിൽ പറയുകയാണ്, ഇടവകയുടെ പേരിൽ പറയുകയാണ്. ഇത്തരം പേരൻസ് ആണ് നല്ല കുഞ്ഞുങ്ങളെ നല്ല സഭയുടെ ഭാഗമാക്കി മാറ്റുന്നത് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. അവർക്ക് ഞാൻ സൺഡേ സ്കൂളിന്റെ വകയായിട്ടുള്ളതായ നന്ദി ഞാൻ അധ്യാപകരെ സംബന്ധിച്ചോളം നമ്മൾ ഇതിനു വേണ്ടി ചർച്ച ചെയ്ത സമയത്ത് തന്നെ അധ്യാപകർ പല രീതിയിൽ അവരുടേതായുള്ള എല്ലാവിധമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. പലതും നമ്മൾ അവരെ ഏൽപ്പിച്ചിരുന്നു. അതെല്ലാം ഭംഗിയായി നിർവഹിച്ചു. അധ്യാപകരെ ഞാൻ വളരെയധികം നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികൾ ക്രിസ്റ്റൽ, എറിൻ ആൻഡ് കൃപ നല്ല ഒരു ലീഡർഷിപ്പ് ആയിരുന്നു അവർ സിംഗിങ്ങിന് തന്നത്. എനിക്ക് തോന്നുന്നത് അവർ വളരെ നല്ലതുപോലെ കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പള്ളിയിൽ നിന്നുകൊണ്ട് ലീഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആ കുഞ്ഞുങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. അവരോടും അവർ ഒരിക്കലായ ടീച്ചേഴ്സിനോടും ഉള്ളതായ നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നമ്മുടെ സെക്രട്ടറി ജ്യോതി ഒരല്പം അസൗകര്യത്തിലുള്ള ഒരു സമയത്തിലാണ്. ഞാൻ വളരെ പെട്ടെന്നാണ് ലീല മനോട് പ്രാർത്ഥിക്കണം രാവിലെ ഫസ്റ്റ് പ്രേയർ നടത്തുമെന്ന് പറഞ്ഞത്. വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും തക്ക സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു യോഗത്തിന്റെ ആരംഭമായ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ലീല മനോടുള്ളതായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജോയോടുള്ള പ്രത്യേകത നന്ദി. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് ഇതിന് പള്ളിയിൽ ഇരുന്ന് അച്ഛനോടുകൂടി രാവിലെ എനിക്കൊന്ന് 7:45 8 മണിക്ക് മുമ്പ് പള്ളിയിൽ വന്നതാണ്. ഇതോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് എല്ലാവിധമായ സഹായം ചെയ്തു തന്നു. ജോൺ ഞാൻ പ്രധാനമായിട്ടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് സൺഡേ സ്കൂളിന്റെ പേരിൽ രേഖപ്പെടുത്തുന്നു. ജോയുടെ ടീമുണ്ട്, ജോ റോഷൻ നിർമ്മൽ. ഞാൻ ഓർക്കുന്നു, സോറി പേരിലേക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ. സെക്രട്ടറി ഭാരവാഹികളും ഞാൻ നമ്മുടെ ഈ ഒരു പോസ്റ്ററൊക്കെ തയ്യാറാക്കി കൊടുത്ത സമയത്ത് അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നു അച്ഛനോട് ഇടവകയുടേതായുള്ള ഒരു സൈറ്റ് കുട്ടികളെന്ന് പറഞ്ഞു. ഇടവകയുടേതായ വാട്സാപ്പ് ഗ്രൂപ്പ് ഇടുകയും ഇന്നലെ വീണ്ടും ഒരു ഞാൻ റിമൈൻഡർ കുട്ടികൾക്ക് അയച്ചായിരുന്നു. എന്നാൽ ഇടവക ഞങ്ങൾക്ക് എല്ലാം വീണ്ടും റിമൈൻഡർ കൂടെ വീണ്ടും അയക്കുകയും ചെയ്തു. സെക്രട്ടറിയോടും ഭാരവാഹികളോടും ഇതിനോടൊപ്പം തന്ന എല്ലാവിധമായ സഹായ സഹകരണങ്ങൾക്കുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. എല്ലാവിധമായി ഇനി എല്ലാ ഷിബു എനിക്ക് തോന്നുന്നത്
ഷിബുനോടൊരു നന്ദി ഞാൻ ഔദ്യോഗികമായിട്ട് പറയുന്നില്ല. കാര്യം ഷിബുൻ എന്റെ മോനെ പോലെ ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഷിബു ഏത് കാര്യം ഉണ്ടെങ്കിലും എപ്പോഴും നമ്മോട് കൂടെ നിൽക്കുകയാണ്. പള്ളിയിൽ ഇത്രയും സമയം നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കൂടെ കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ ഷിബുനുള്ളതാണ് ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ നിന്ന്. Okay, once again, thank you very much for all, especially the Sunday school headmaster who took all the efforts and leadership for arranging it. And Santosh, thank you very much. We are happy to hear once again from you. And I hope that we all have an idea about what is our church, what is the importance of the worship and all. So now let us conclude. And I thank Philemon Achan. He is always with us and he is very much interested to hear all these things. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അച്ഛൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ വളരെ ഒരു ആഗ്രഹമാണ്. അവരൊക്കെ ഈ ഒരു വിശ്വാസത്തിലും സഭയുടെ ശിക്ഷണത്തിലും വളർന്നു വരണം. അച്ഛൻ അതുകൊണ്ടാണ് അച്ഛന് നമ്മുടെ കൂടെ പ്രത്യേകം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥി രൂപൻ പ്രാർത്ഥിക്കുകയും ഫിലമോൻ അച്ഛൻ ആശീർവാദം പറയുകയും ചെയ്യും. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഇവിടെ റിട്രീറ്റ് ആയിട്ട് വരുവാനും കർത്താവെ ദൈവമേ അങ്ങയുടെ കർത്താവ് സഭയെ കുറിച്ച് പഠിക്കുവാനും കർത്താവെ ദൈവമേ സാഹചര്യങ്ങൾ ഒരുക്കിയതിനായി നന്ദി അപ്പച്ച. കർത്താവെ ദൈവമേ ഈ ക്ലാസ് എടുക്കുവാൻ കർത്താവെ ദൈവമേ പ്രിയ ദേവദാസിനെ അങ്ങ് ഒരുക്കിയതിനായി നന്ദി അപ്പച്ച. കർത്താവെ ദൈവമേ ഇന്നിവിടെ വന്നിരിക്കുന്ന കർത്താവ് സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ അനേകർ കർത്താവ് ഇത് ശ്രവിക്കുന്നുണ്ടല്ലോ കർത്താവെ അവർക്കെല്ലാം കർത്താവെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ അപ്പച്ച. കർത്താവെ ഞങ്ങൾക്ക് ഇത്ര അറിവ് കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് പകർന്നു താങ്കളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ അപ്പച്ച, തുടർന്നും ശക്തീകരിക്കണമേ അപ്പച്ച. കർത്താവെ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കൂടി വരുവാൻ സാധിച്ചതിനെ നന്ദി കർത്താവെ. കോവിഡിന്റെ പ്രയാസത്തിലും കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവെ ദൈവമേ കൂടുവരുവാൻ കർത്താവെ ദൈവമേ അനുഗ്രഹങ്ങൾ ഒരുക്കിയതിനായി നന്ദി അപ്പച്ച. കർത്താവെ ദൈവമേ അനേകർക്ക് കർത്താവെ സൗഭാഗ്യങ്ങളും ഇല്ലാതെ കർത്താവെ അനേകർ വിഷമിക്കുന്നല്ലോ അപ്പച്ച. കർത്താവെ ദൈവമേ അത് ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി അപ്പച്ച. കർത്താവെ ദൈവമേ പ്രാർത്ഥിച്ച കർത്താവെ ദൈവമേ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതില് ദൈവമേ കർത്താവെ മുൻകൈ എടുത്ത് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ അപ്പച്ച, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും മാറ്റമില്ലാതെ കൂടെ ഇരിക്കുന്ന റൂഹായുടെ സംബന്ധവും സഹവാസവും പ്രിയമുള്ളവരെ നാം എല്ലാവരോടു കൂടെയും ഏറ്റവും അർത്ഥവത്തായി ആരാധിപ്പാൻ തക്കവണ്ണം നമ്മുടെ നിലവുകളോടുകൂടിയും തിരുവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മുടെ ബുദ്ധിയോടുകൂടിയും ക്രിസ്തുവിനോളം വളരുവാൻ തക്കവണ്ണം നമ്മുടെ ആളത്വത്തോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരുന്ന് ക്രിസ്തുയേശുവിൻ നമ്മെ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. So thank you very much, Santosh. Very happy to. Yes, thank you very much.